നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻഡിയോർ ഇപ്പോൾ സീസൺ വൈസ് ആണല്ലോ കൊടുക്കുന്നത്. ഇപ്പം ഫെബ്രുവരി മാസം അവസാനിക്കാനായി. ഇനി വളരെ കുറഞ്ഞ മാസങ്ങൾ കൂടിയേ ഈ ഒരു സീസണിൽ കളി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബാലൻഡിയോർ ആർക്ക് ലഭിക്കും? ഇപ്പോഴത്തെ സൂചനകൾ എന്താണ്? നമ്മളൊരു പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. goal.com പുറത്തുവിട്ടിട്ടുള്ള ഏറ്റവും പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ്. ഏറ്റവും അധികം ബാലൻഡിയോറിന് സാധ്യതയുള്ള 20 താരങ്ങളെയാണ് അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 20ാമത്തെ റാങ്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാധ്യതയുള്ള താരത്തിനായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്പർ 1 ആയിട്ട് അവർ കൊടുക്കുന്നയാൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് വെപ്പ്. ഇതൊക്കെ നമ്മുടെ പവർ റാങ്കിങ് വീഡിയോകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം. എങ്കിലും ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ 20ാം സ്ഥാനത്ത് ബാലൻഡിയോർ നേടാൻ ഈ ലിസ്റ്റിൽ ഏറ്റവും താഴ്ന്ന സാധ്യത 20ാം സ്ഥാനത്തുള്ളത് ഇന്റർ മയാമിയുടെ സൂപ്പർ താരമായിട്ടുള്ള ലയണൽ മെസ്സിയാണ്. അദ്ദേഹം ഈ 2023-24 സീസണിൽ, ഇപ്പം ഈ സീസൺ എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ സീസൺ പോലെയല്ല MLS സീസണൊക്കെ ശരിയാണ്. പക്ഷെ ഈ ബാലൻഡിയോറിന് പരിഗണിക്കുന്ന സമയത്തെ കളിയുടെ കണക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 12 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. ലീഗ്സ് കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ 19ാം സ്ഥാനത്ത് ഫ്ലോറിയൻ വേർട്സ് ഉണ്ട്, ബയർ ലെവർക്യൂസിന്റെ താരം. അദ്ദേഹം 2023-24 സീസണിൽ 8 ഗോളുകളും 19 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന കണക്കുകളൊക്കെ ക്ലബിനും ദേശീയ ടീമിനുമായിട്ട് ഒരുമിച്ച് നേടിയിട്ടുള്ള കണക്കുകളാണ്. കെവിൻ ഡി ബ്രൂയിനെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരം, 2023-24 സീസൺ പരിക്കേറ്റ് കുറെ കാലം പുറത്തായിരുന്നു. അദ്ദേഹമാണ് ഈ ലിസ്റ്റിൽ 18ാം സ്ഥാനത്തുള്ളത്. 2 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. 17ാം സ്ഥാനത്ത് അൽ നസറിന്റെ സൂപ്പർ താരം, പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം അവിടെ ഗോളടിച്ച് തിമിർക്കുന്ന തിരക്കിലാണ്. 30 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് 2023-24 സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്തവണത്തെ യൂറോ കപ്പിൽ പോർച്ചുഗൽ മുത്തമിട്ടാൽ അദ്ദേഹത്തിന് ബാലൻഡിയോർ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. 16ാം സ്ഥാനത്ത് റോഡ്രിഗോ, റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം. 13 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ റയലിനൊപ്പം മുത്തമിടുകയും ചെയ്തു. ഡെക്ലാൻ റൈസ്, ആഴ്സണലിന്റെ താരം, 4 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ഈ ഒരു സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് 15ാം സ്ഥാനത്ത്. 14ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ബെർണാഡോ സിൽവയാണ്. 8 ഗോളുകളും 7 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ കാലയളവിൽ ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. 13ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ യുവ സൂപ്പർ താരം ഹുലിയൻ ആൽവാരസ് ആണ്. 15 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം ഈ ഒരു കാലയളവിൽ സ്വന്തം പേരിലാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 12ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം ആന്റോയിൻ ഗ്രീസ്മാൻ ആണ്. ഗ്രീസി ഈ സീസണിൽ മിന്നി കത്തുകയാണ്. 19 ഗോളുകളും 9 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 11ാം സ്ഥാനത്ത് ലിവർപൂളിന്റെ വെർജിൽ വാൻ ഡൈക്ക്, 4 ഗോളുകളും 2 അസിസ്റ്റുകളും ഡിഫൻഡർ ആയിട്ട് പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കർബാവോ കപ്പിൽ മുത്തമിടുമ്പോൾ അദ്ദേഹമാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയിരുന്നത്. 8 ക്ലീൻ ഷീറ്റുകൾ, അദ്ദേഹം ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റ് കൂടി പരിഗണിക്കണം. 8 ക്ലീൻ ഷീറ്റുകളും ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ ടീം നേടിയിട്ടുണ്ട്. കർബാവോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. 10ാം സ്ഥാനത്ത് ആഴ്സണലിന്റെ ബുക്കായോ സാക്ക, 16 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 2023-24 സീസണിൽ മികച്ച പ്രകടനം യുവതാരം തുടരുകയാണ്. ലൗറ്ററോ മാർട്ടിനസ്, ഇന്റർ മിലാന്റെ അർജന്റീൻ സൂപ്പർ താരം, ഗോളടിച്ച് തിമിർക്കുന്ന തിരക്കിലാണ്. സിരിയയിൽ അദ്ദേഹമാണ് ഇപ്പോൾ ടോപ്പ് സ്കോറർ. അദ്ദേഹമാണ് 9ാം സ്ഥാനത്ത്. 25 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം നേടിയെന്ന് മാത്രമല്ല സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിൽ മുത്തമിടുകയും ചെയ്തു. 6ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം വിനി ജൂനിയർ ആണ്. 12 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. 7ാം സ്ഥാനത്ത് മുഹമ്മദ് സലായാണ്. സലാ നമുക്കറിയാം ഇപ്പോഴും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 24 ഗോളുകളായി 13 അസിസ്റ്റുകളായി കർബാവോ കപ്പിൽ മുത്തമിട്ടു. ലിവർപൂളിനായിട്ട് മിന്നുന്ന കളി അദ്ദേഹം തുടരുന്നു. ഹാരി കെയ്ൻ 6ാം സ്ഥാനത്ത് ഗോളടിച്ച് തിമിർക്കുന്നു. പക്ഷേ ഇത്തവണ ബയൺ കിരീടത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. 35 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. റോഡ്രിയാണ് 5ാം സ്ഥാനത്ത്. റോഡ്രിയുടെ കാര്യത്തിൽ 7 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ സിറ്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ട് നേടിയിട്ടുള്ളത്.
ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്, യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. 4-ാം സ്ഥാനത്ത് ഫിൽ ഫോഡനാണ്. 17 ഗോളുകളും 10 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം മിന്നിക്കത്തുന്ന സീസണാണിത്. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ് പരിക്കേറ്റ് 1-2 മാസക്കാലം പുറത്തിരിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഗോളടി പുനരാരംഭിച്ചിട്ടുണ്ട്. 25 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ഈ ഒരു കാലയളവിൽ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത്. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തു. കിലിയൻ എംബാപ്പെ 2-ാം സ്ഥാനത്ത്. എംബാപ്പെ ഈ സീസണിലും ഗോളടിച്ച് തിമിർക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വിടവാങ്ങൽ സീസണിലും PSG-ക്കായിട്ട് ഗോളടി അദ്ദേഹം തുടരുകയാണ്. 38 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ട്രോഫിഡസ് ചാമ്പ്യൻസിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ശേഷം മറ്റൊരു ലെവലിലാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 21 ഗോളുകളും 11 അസിസ്റ്റുകളും സ്വന്തമാക്കി. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. അങ്ങനെ മിന്നിക്കത്തുകയാണ് ജൂഡ് ബെല്ലിംഗാം. ഇവരിൽ ആര് ഇത്തവണ ബാലൻ ഡി ഓർ നേടും? കാത്തിരിക്കണം. കാരണം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ഇനിയും കളികൾ ബാക്കിയുണ്ട്, വമ്പൻ മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിലെ ബാക്കി കളികിടപ്പാണ്. അതുപോലെ ഓരോ ലീഗിലെയും അവസാനം ആരായിരിക്കും കിരീടത്തിലേക്ക് എത്തുക, അതിൽ ഏത് താരം പ്രധാനപ്പെട്ട റോള് വഹിക്കും, അത് കഴിഞ്ഞിട്ട് കോണ്ടിനെന്റൽ ട്രോഫീസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു, കോപ്പ അമേരിക്കയുണ്ട്, യൂറോ കപ്പ് ഉണ്ട്. അങ്ങനെ കിടിലൻ പോരാട്ടങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. എങ്കിലും ഇത്തവണ ആർക്കാണ് ബാലൻ ഡി ഓർ സാധ്യത കൂടുതൽ? നിങ്ങൾ അത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോസ് അനേകം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എഴുതാം.